രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും 1947 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നു. അതിനുശേഷം നിരവധിയായ പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിക്കുന്നു. കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിനു ശേഷം രാജ്യത്തെ ജനങ്ങൾക്ക് അവർ അനുഭവിച്ചു വന്നിരുന്ന സ്വാതന്ത്ര്യത്തിനുമേൽ ഭരണകൂടം കടന്നുകയറുന്നു എന്ന വലിയ ഗുരുതരമായ ആരോപണം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. വെറും ഒരു ആരോപണം മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം കാണുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അതോടൊപ്പം മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം തുടങ്ങിയ നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഭരണഘടന ഉറപ്പു തന്ന പല മൗലിക അവകാശങ്ങളും ലംഘിക്കപ്പെടുന്നത് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിൽ യുവാക്കളെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട യുവാക്കളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ എന്ത് ധരിക്കണം, നമ്മൾ എന്ത് ഭക്ഷിക്കണം, നമ്മൾ എന്ത് സംസാരിക്കണം എന്നെല്ലാം തന്നെ ഭരണകൂടം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ, അതായത് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ ജനിച്ച ആളുകൾക്ക് തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് രാജ്യം എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നും നാം നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഹനിക്കുന്ന തരത്തിൽ ഭരണകൂടം ഒരു വിഭാഗത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അഭിമാനകരമായ ഒരു അവസ്ഥയായിരുന്നു ഒരു കാലത്തെങ്കിൽ ഇന്ന് പലപ്പോഴും പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വിവിധ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന ആളുകൾ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ, ക്രൈസ്തവ വിശ്വാസികളായ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് വെച്ച് ആക്രമിക്കുന്നത്, അവരെ ജയിലിൽ അടയ്ക്കുന്നത്, രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തു കാണിക്കുന്ന പലവിധമായ ഉദാഹരണങ്ങളുണ്ട്. ഒരു ഭാഗത്ത് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജനവിധി അട്ടിമറിക്കാൻ, അതായത് ഒരു സംസ്ഥാനത്ത് BJPക്ക് എല്ലാ അധികാരം ലഭിച്ചതെങ്കിൽ അവിടെ മറ്റു പാർട്ടികളിലെ MLA മാരെ ഗവർണർ ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് BJP എത്തുന്നു. ഇത്തരത്തിൽ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും അട്ടിമറിക്കാൻ BJP ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. മറുഭാഗത്ത് മതപരിവർത്തന നിയമം എന്ന നിയമത്തിന്റെ പേര് പറഞ്ഞ് കന്യാസ്ത്രീകൾ അടക്കമുള്ളവരെ ജയിലിലടക്കുന്നു. ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിൽ ആരാധിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത്, ഭരണഘടന ആ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന രാജ്യത്താണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു ഭാഗത്ത് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഭരണഘടന ഉറപ്പു നൽകുന്ന സംസ്ഥാനത്ത് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ യുവാക്കളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ ആളുകളെ അടിച്ചു കൊലപ്പെടുത്തുന്നു. പള്ളികൾക്കും ചർച്ചുകൾക്കും നേരെ നിരന്തരമായ ആക്രമണമുണ്ടാകുന്നു. ഇതെല്ലാം തന്നെ പൗരൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ സാധിക്കും. രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലും പല ആളുകളും ഇപ്പോൾ ആ 2014 ശേഷം സ്വാതന്ത്ര്യത്തിൻ്റെ ആ മധുരം നുകരാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് ഒരു ഖേദകരമായ വസ്തുതയാണ്. അതിന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഈ അക്രമകാരികൾക്കുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇത് നടമാടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലജ്ജിച്ച് തലതാറ്റുന്നവരായിരിക്കുന്നു. കാരണം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും പിന്നിൽ അണിനിരന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ആ 10,000-കണക്കിന് ആളുകൾ അവരുടെ ചോരയും നീരും ജീവനും എല്ലാം തന്നെ രാജ്യത്തിന് വേണ്ടി നൽകിക്കൊണ്ടാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചനയിച്ചത്. അത്തരം ആളുകളുടെ ആത്മാവ് പോലും പൊറുക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും
അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്ത് ഇപ്പോഴും മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ വേർതിരിവ് അനുഭവപ്പെടുന്നു. ആ രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെന്ന് നമുക്ക് ഏത് രൂപത്തിൽ പറയാൻ കഴിയുമെന്ന പ്രസക്തമായ ചോദ്യമാണ് പ്രതിപക്ഷവും രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മതേതരത്വം ഈ കാലയളവിൽ വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് പങ്കെടുത്ത ആളുകളുടെ പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മഹാത്മാഗാന്ധി 100% മതവിശ്വാസിയായ, ഹൈന്ദവ മതവിശ്വാസിയായ വ്യക്തിയാണ്. തൻ്റെ മനസ്സിൻ്റെ അകത്ത് ഏറ്റവും ആരാധിച്ചത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ പറയുന്ന ശ്രീരാമനെയാണ് ഗാന്ധിജി ആരാധിച്ചത്. ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സിഖ് മതത്തിൽ വിശ്വാസിയായി കേവലം 23-ാം വയസ്സിൽ തൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച രാജ്ഗുരുവിനെ പോലെ, അതോടൊപ്പം തന്നെ ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകൾ, മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള മുസ്ലിം മതവിശ്വാസികൾ, ഇത്തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വേലിക്കെട്ടുകളില്ലാതെ അവർ നടത്തിയ പോരാട്ടത്തിൻ്റെ പരിണിത ഫലമാണ് രാജ്യം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവിടെയാണ് ഇന്ന് ജാതി നോക്കി അല്ലെങ്കിൽ മതം നോക്കി ന്യൂനപക്ഷ സമുദായത്തിൽ ജനിച്ചു പോയതിൻ്റെ പേരിൽ ഉത്തരേന്ത്യയുടെ പല പ്രദേശങ്ങളിലും, നമുക്കറിയാം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അടക്കം വലിയ പീഡനം ഏൽക്കേണ്ടി വന്ന ഒരു വലിയ വിഭാഗം ഇന്നുമുണ്ട്. കാരണം രാജ്യം ഭരിക്കുന്നത് ഹൈന്ദവ വർഗീയതയ്ക്ക് താരാട്ടുപാടുന്ന BJP നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും പലപ്പോഴും അതിക്രമം നേരിടേണ്ടി വരുന്നു. ഏറ്റവും അവസാനമായി പൗരത്വ ഭേദഗതി ബില്ല് എന്ന പേരിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ആസാം ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ വലിയ വിഭാഗം മുസ്ലിം മതവിശ്വാസികളെ ഈ രാജ്യത്ത് നിന്നും പടിക്ക് പുറത്താക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. NRCയുടെ പേര് പറഞ്ഞ് മുസ്ലിം മതവിശ്വാസികളായ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന ആളുകളെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അവർ പോകുന്നു. അവർക്ക് അവരുടെ പള്ളികളിൽ നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ക്രൈസ്തവ വിശ്വാസികൾക്ക് അവരുടെ ആരാധന നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാസ്റ്റർമാരെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ രാമനവമി ഘോഷയാത്രയുടെയും ഹോളി ആഘോഷത്തിൻ്റെയൊക്കെ മറവിൽ ഒരു കാലത്ത് ഹൈന്ദവ മതവിശ്വാസികൾ ഏറെ ആരാധനയോടെ കണ്ട, അല്ലെങ്കിൽ ഏറെ പവിത്രമായി ആഘോഷിച്ച, ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ചേർന്ന് ആഘോഷിച്ച ഈ ആഘോഷങ്ങളുടെ മറവിൽ പള്ളികൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു. ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അക്രമികളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ആ അക്രമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനോ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ അതിക്രമം ഏൽക്കേണ്ടി വരുന്ന ആളുകൾക്കെതിരെ പലപ്പോഴും കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരും എത്തിച്ചേരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു ഉദാഹരണം പറയാനുള്ളത്. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയായി ആ സ്ഥാനത്തിരുന്ന ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സുവർണക്ഷേത്രത്തിൽ ഇന്ദിരാഗാന്ധി പട്ടാളക്കാരെ കയറ്റുന്നു. അവിടെ ഒളിച്ചിരുന്ന ഖലിസ്ഥാൻ ഭീകരവാദികളെ തുരത്തി ഓടിച്ച് അവരെ കൊലപ്പെടുത്തി ഖലിസ്ഥാൻ ഭീകരവാദികളെ അമർച്ച ചെയ്തതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ മുന്നിലേക്ക് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു ഫയൽ എത്തിച്ചുകൊണ്ട് ആ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ പറയുന്നു, അതായത് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായുള്ള സിഖ് മതത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ അവരുടെ അംഗരക്ഷക സ്ഥാനത്ത് നിന്നും മാറ്റണം. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു മറുപടി, എൻ്റെ അംഗരക്ഷക സ്ഥാനത്ത് നിന്നും ഈ സിഖ് മതത്തിൽപ്പെട്ട ആളുകളെ മാറ്റിയാൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും പഞ്ചാബിനെ വെട്ടിമാറ്റുന്നത് തുല്യമാണെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ ഇന്റലിജൻസ് ബ്യൂറോ അന്ന് മാറ്റണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ തന്നെയാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയതും. അത്തരത്തിൽ പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന ഇന്ത്യയിലാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെ ഗുജറാത്ത് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയെന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട്ടിലാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ പവിത്രമായ മതേതരത്വത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ഹൈന്ദവനുണ്ട്, ക്രൈസ്തവനുണ്ട്, മുസൽമാനുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. ആ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ കണ്ടുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ ഇതുവരെ ഭരിച്ച ഭരണാധികാരികൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴങ്ങനെയല്ല രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷമെന്ന് രാജ്യത്തിൻ്റെ ഒരു പൊതുചിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണം രാജ്യത്തിൻ്റെ മതേതരത്വം അതിൻ്റെ ഏറ്റവും ദുർഘടമായ
പാതയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പല ഉദാഹരണങ്ങൾ നിരത്തി അത്തരത്തിൽ ഉത്തരേന്ത്യയിലടക്കം രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വെല്ലുവിളിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനം ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി നടക്കുന്നെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെ നിലവിലില്ല.